ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മാന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. കാഷ്ടിച്ച് മൂത്രയിച്ചാൽ അതൊക്കെ ഞാനാ വൃത്തിയാക്കി കൊടുക്കല്. എൻ്റെ കടപ്പാട് തീരുമോന്ന് ചോദിച്ചു. ഡ്യൂട്ടി കഴിയോ? ഇല്ല. എന്തേന്ന് ചോദിച്ചു. നീ നിന്റെ ഉമ്മാന്റെ ഇതൊക്കെ വൃത്തിയാക്കി കൊടുക്കുമ്പോൾ നീ ചിന്തിക്കുന്നത് ഉമ്മ മരിക്കുന്നവരല്ലേ ഇത് ചെയ്യണ്ടുള്ളൂ എന്നാണ്, അല്ലേ? ഉമ്മ മരിക്കുന്നവരെ, അതിപ്പോ ഹോസ്പിറ്റലിലൊക്കെ കുറെ കാലം അഡ്മിറ്റ് ആയാലും ചിലപ്പോൾ സ്വലാത്തിന്റെയും മറ്റു മജ്ലിസിലേക്കൊക്കെ പേപ്പർ കൊടുത്തേക്കും, ഉമ്മാക്ക് അസുഖമാണ്, സലാമത്തിന് വേണ്ടി പേർക്കണം എന്ന് പറഞ്ഞാല് അല്ലേ? അതാണ് ഹൈറങ്ങിന് ചിലപ്പോ തൗഹീൽ കൊടുക്കാം, അല്ലേ? മറുള്ളാന് പറയാ. അതേ സമയത്ത് മുമ്പ് നീ ഉമ്മാന്റെ മടിയിലും മറ്റൊക്കെ നജസാക്കി കാഷ്ടിച്ച് മൂത്രയിച്ചപ്പോ വൃത്തിയാക്കുമ്പോ ഉമ്മ ചിന്തിച്ചത് നീ വളരണം എന്നാണ്, നീ വളരണം എന്ന്. ഇപ്പൊ നീ ചിന്തിക്കുന്നത് ഉമ്മ ഇരിക്കണോന്ന്. എത്ര വ്യത്യാസമുണ്ട് മോനെ. ഞാൻ ഇതൊരു സ്ഥലത്ത് വയല് പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ എന്നെ ഒരാള് കുറെ സമയം മുസാഫത്തേക്ക് കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ ഉമ്മാക്ക് സുഖമില്ല ഉസ്താദേ. ഉമ്മ തങ്ങളെ എന്നോട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ ഉമ്മാന്റെ ചികിത്സ നടത്തുമ്പോൾ ഞാൻ വിചാരിക്കല് ഇത് മരിക്കുന്നവരല്ലേ വേണ്ടുള്ളൂ എന്നാണ്. ഉമ്മയില്ലാത്ത പോരങ്ങ ആലോചിച്ച് നോക്കി. ഉമ്മയില്ലാത്ത വീട്, ഉമ്മാന്ന് വിളിക്കാൻ പറ്റിയ ഒരാൾ പോരക്കുണ്ടാവൽ എത്ര വലിയ നിയമത്താണ്. ഉമ്മയില്ലെങ്കിൽ ആ പൊരയില് AC, അടിപൊളി ബാത്റൂം, കുറെ മാർബിൾ, ഗ്രാനൈറ്റ്, ഇതിനെ കൊണ്ട് എന്താ കാര്യം? ഉമ്മാന്റെ മുഖം നോക്കിയാൽ തന്നെ സ്വർഗല്ലേ? ഉമ്മാന്റെ മുഖത്ത് നോക്കി അച്ചുമ്രം ചെയ്ത കൂലിയല്ലേ? ആ ഉമ്മയില്ലെങ്കിൽ തീർന്നില്ലേ നമ്മളെ വീടിനെന്താ പ്രകാശമുള്ളത്? അവര് കുറെ കാലം നമുക്ക് വേണം. ഉപ്പന്റെ ഉമ്മന്റെ പൊരുത്തമാകണം. ഉപ്പാക്കും ഉമ്മാക്കും 1 രൂപ കൊടുത്താല് ഇസ്ലാം പറയുന്ന കൂലി എത്രയെന്നറിയാം? 1,00,000 രൂപ കൊടുത്ത കൂലിയാ. 1,00,000 ഇരട്ടി പ്രതിഫല ഉപ്പാക്കും ഉമ്മാക്കും സ്വതക്കേക്കാൻ. അങ്ങനെ ആരും ഉണ്ടാവുക ലോകത്ത്? ആ സ്വർഗവാതിലുകളെ നമ്മളെപ്പോഴും പരിരക്ഷിക്കണം. ഉമ്മാനെ കുറിച്ചിട്ടുള്ള വയല് ഉമ്മ മരിച്ചതിന് ശേഷം കേട്ടിട്ട് യൂട്യൂബ് പ്രഭാഷണം കേട്ടിട്ട് കരയുന്നതിനേക്കാൾ നല്ലത് ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാനെ ചിരിപ്പിക്കുകയാണ്. അങ്ങനെ ഉപ്പാനും ഉമ്മാനും പൊരുത്തുള്ള നല്ല മക്കളാവണം.